സത്യം പറഞ്ഞ PB സഹകാരം തീർത്തുകൊണ്ട് ഇവിടെ തുഴപ്പാടില്ല വള്ളപ്പാടില്ല. സോ ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിൽ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ഡേ വന്നിരിക്കുകയാണ്. ഇന്നാണ് ഓഗസ്റ്റ് 30. ഇന്ന് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നമ്മുടെ പുന്നമട കായലിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ സമയം പങ്കെടുക്കുന്ന സ്പോർട്സ് വള്ളംകളി നടക്കാൻ പോവുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റഡ് ആണ്, പ്രതീക്ഷയുണ്ട് കുറേ. അങ്ങനെ നമ്മൾ മിക്സഡ് ഇമോഷൻസ് ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ വള്ളം രാവിലെ ഇറങ്ങി, അപ്പോൾ നമ്മൾ അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വള്ളം ഇറങ്ങി കഴിഞ്ഞാൽ കണ്ടത്. പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് അതായിരിക്കും. നമ്മുടെ 2025 നെഹ്റു ട്രോഫി 71ാമത് നെഹ്റു ട്രോഫിയുടെ വിശേഷങ്ങളുമായിട്ട്, നമ്മുടെ UBC കൈനഗിരിയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പം കൂടെ കൂടിക്കോ, ഉറപ്പ് തരുന്നു ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക്. പക്ഷേ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതുവരെ പോകാനുള്ള വള്ളം സെറ്റായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ് നമ്മൾ. സെറ്റാകുമായിരിക്കും മീൻസ് നമുക്ക് കളിക്ക് പോകാനുള്ള വള്ളം. അങ്ങനെ പല സ്ഥലത്ത് ചോദിച്ചു, നമ്മുടെ വള്ളം കരയ്ക്കായിപ്പോയി. അങ്ങനെ ഒന്നും നടന്നില്ലേ, വള്ളം കരയ്ക്കൊന്ന് വെള്ളത്തിൽ ഇറക്കിക്കൊണ്ട് നമ്മൾ പോകും. അപ്പോൾ നിങ്ങൾ തൽക്കാലം പോയി വള്ളം ഇറക്കുന്നതിൻ്റെ വിഷ്വൽസ് കാണുന്ന സമയം കൊണ്ട് ഞങ്ങൾ പോയി വള്ളം സെറ്റാക്കിയിട്ട്. അപ്പോൾ വെൽക്കം ടു ദ വ്ളോഗ്. അങ്ങനെ നമ്മുടെ വള്ളം ഇറങ്ങി ഇവിടെ കൊണ്ട് അടുപ്പിച്ചിട്ട് ഓരോരുത്തർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വള്ളം ഇറങ്ങി പിള്ളേരെല്ലാം കയറി സെറ്റിലായിട്ട് ആദ്യത്തെ തുഴച്ചിൽ തുഴഞ്ഞ് പോയിട്ടുണ്ട്. ഇനി ഇവിടെ പള്ളികളിലും അതേപോലെ നമ്മുടെ പനക്കൽ അമ്പലത്തിലൊക്കെ പോയി രാവിലെ ചെറിയ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വള്ളം ട്രാക്കിലേക്ക് പോകുന്നത്. 10:30 ആകുമ്പോഴത്തേക്കും ട്രാക്കിൽ പോയിട്ട് അവിടെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഫിംഗേഴ്സ് ക്രോസ്ഡ് ആൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം ഭയങ്കര പ്രതീക്ഷയുണ്ട് ഗൈസ്. നമുക്ക് നമ്മുടെ വള്ളത്തെ പിന്നെ പ്രതീക്ഷിക്കാതിരിക്കാൻ പറ്റുമോ? എന്താണെങ്കിലും ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം. അപ്പോൾ ഞങ്ങളിനി നേരെ വള്ളം അങ്ങോട്ട് പോയി അവരുടെ കൂട്ടത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഓക്കെ. അങ്ങനെ നമുക്ക് വള്ളം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഫുഡിൻ്റെയും കറിയുടെയും കാര്യങ്ങൾ ഡീൽ ചെയ്യണം. സോ ആ വെള്ളത്തിലായിരിക്കും ഇത്തവണ നമ്മൾ കളിക്ക് പോകുന്നത്. അപ്പം നമ്മുടെ വള്ളം സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പോയി കോഴി വാങ്ങിക്കാം. അവന്മാർ കറിയുടെ പരിപാടികൾക്ക് സെറ്റാക്കിയിട്ട് പോകുന്നു, ഞങ്ങൾ കോഴി വാങ്ങിക്കാൻ പോകുന്നു. സോ കോഴി വാങ്ങിച്ച് കറി ഉണ്ടാക്കിയിട്ട് വരാം. തകതൈ തകതൈ തകതകോ ഈ താരക പരിപാടി
നിറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ നിറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിലേഴും നിറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിലേഴും നിറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിലേഴും നിറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിലേഴും തകതൈ തകതൈ അങ്ങനെ ഒരു നാട് മുഴുവൻ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന് ഒരുങ്ങി ഒരു വള്ളം ഇങ്ങനെ വാതിക്കെ കൂടെ തുഴഞ്ഞു പോലില്ല കെട്ടി വലിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും കരയ്ക്ക് നിന്ന് ഇതേപോലെ ആർപ്പിട്ടും വഞ്ചിപ്പാട്ട് പാടിയൊക്കെ കാത്തിരിക്കുന്നൊരു ദിവസം. ഇതാണ് ഞാൻ പറയുന്നത് UBC എന്ന പേര് ഓരോ കൈനഗിരിക്കാരുടെയും അതിപ്പോൾ എത്ര പ്രായമുള്ളവരാണ് ഇത് അവരുടെ ഹൃദയത്തിൽ എഴുതിയിട്ടേക്കുന്ന പേരാണ്. കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ അത്രയും പ്രായത്തിൽ അവരൊക്കെ നിന്ന് എന്ത് വൈബിലാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ കോഴി കിട്ടി, നമ്മൾ വീട്ടിലേക്ക് പോവാം. മഴയുണ്ട്. വീട്ടിൽ ചെന്നിട്ട് ഇനി കറി വെച്ചിട്ട് വേണം പോകാണ്ട്. സമയം 11:30. കറി റെഡി ആയി കഴിഞ്ഞാൽ 12:30 1 മണിയാകുമ്പോൾ ഇറങ്ങായിരിക്കും ഗൈസ്. അങ്ങനെ നമ്മുടെ ഏറെ നേരത്തെ പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാം ഒരു ഐഡിയ ഇല്ലാത്തടത്തും നമ്മളെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് വള്ളവും കറിയും പൊറോട്ടയും എല്ലാ സാധനങ്ങളും സോർട്ട് ഔട്ട് ചെയ്ത് നമ്മൾ ഫുൾ സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നേരെ നമുക്ക് തുഴഞ്ഞ് പുന്നമടയ്ക്ക് പോകണം. മഴയുണ്ട്, അതുകൊണ്ട് വലിയ വെയിലില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. തുഴഞ്ഞ് അവിടെ എത്തി വള്ളംകളി. എക്സൈറ്റഡ് ആണ് ഗൈസ്. ഗൈസ് അപ്പം ഇത്തവണത്തെ വള്ളംകളിക്ക് പോകാനുള്ള നമ്മുടെ വള്ളം സെറ്റായിട്ടുണ്ട്. തുഴയാനായിട്ട് എല്ലാവരും സെറ്റായിട്ടുണ്ട്. ഞാൻ തുഴയുന്നില്ല. അപ്പൊ നമ്മൾ തോളെ പൊളിക്കും. പറഞ്ഞ തങ്ങനെ തന്നെ നമ്മൾ എല്ലാം സെറ്റായി. പൊറോട്ട എടുത്ത് പ്ലേറ്റ് എടുത്ത് എല്ലാം എടുത്ത്. പക്ഷെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കി കറി കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ കഥാനായകൻ ചിക്കൻ കോഴി is here. കറി എടുത്ത് നമ്മൾ നമ്മുടെ യാത്ര ഒന്നുകൂടെ തുടങ്ങുന്നതാണ്. പറഞ്ഞ തങ്ങനെ തന്നെ തെയ്തോ പറഞ്ഞ തങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി. പറഞ്ഞ തങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി. ആ തലൈ നിറഞ്ഞ കൃഷ്ണനെ കാണാൻ. സോ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ നെഹ്റു ട്രോഫിയുടെ ഫിനിഷിംഗ് പോയിന്റിലായിട്ടുള്ള നെഹ്റു പവലിയനിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിറച്ച് വള്ളങ്ങളാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ടുപിടിച്ച് നമ്മുടെ വള്ളം കുത്തിക്കയറ്റാൻ പറ്റണം, ഇല്ലെങ്കിൽ നമുക്ക് കളി കാണാൻ പറ്റില്ല ഗൈസ്. സോ വി ഹാവ് ടു ഫൈൻഡ് എ ഗ്യാപ്പ് ആൻഡ് കുത്തിക്കയറ്റുള്ള വള്ളം. നെഹ്റു ട്രോഫി വള്ളം കളി നാട്ടുകാർക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ സംഘാടകർ ഇവിടെ കയർ കെട്ടിയിട്ടുണ്ട്. അത് തെറ്റല്ലേ ഗൈസ്? നമ്മൾ പിന്നെ എന്തിനാണ് ഇവിടെ വരുന്നത്? ആ കയറ് നമ്മളിങ്ങനെ പയ്യെ താത്തി വിടും. ആ തൊഴ പോട്ടെ കയറെ വലിച്ചുവിട് പോട്ടെ. പ്രിയപ്പെട്ട സംഘാടകരെ, 2500, 1500, 1000 ടിക്കറ്റ് എടുത്ത് കാണുന്ന കാണികൾക്ക് മാത്രമല്ല ഞങ്ങൾ ജനങ്ങൾക്കും ഈ കളി കാണാനുള്ളതാണ്. നിങ്ങൾ 24-നെ വിളിച്ചോ, മനോരമയെ വിളിച്ചോ, ഏഷ്യാനെറ്റിനെ വിളിച്ചോ, പ്രൊമോട്ട് ചെയ്തോ, ടൂറിസ്റ്റുകളെ കൊണ്ടുവന്നു. പക്ഷേ ഞങ്ങൾക്കും ഈ കളി കാണാൻ അവകാശമുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികൾ വേണ്ട. ഈ 2 വള്ളങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പിലൂടെ നമ്മൾ അതിവിദഗ്ധമായി വള്ളം കയറ്റാൻ നോക്കുകയാണ്. അങ്ങ് വരെ എത്തിയാൽ മതിയായിരുന്നു.
ഗൈസ് അങ്ങനെ ഒരു ഗ്യാപ്പ് കണ്ടുപിടിച്ച് നമ്മൾ ആക്ച്വലി ഇവിടെ കിടന്നിട്ടുണ്ട്. ഇവിടെ മൊത്തം വള്ളങ്ങളാ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടം വരെ കുറ്റി ഉണ്ടായിരുന്നു, പക്ഷെ ഇത്തവണ അവിടെ കുറ്റിയില്ല. അപ്പൊ ഇപ്പം നമ്മുടെ മാസ്റ്ററിലുള്ള വള്ളങ്ങൾ അങ്ങോട്ട് പിടിക്കുക. അങ്ങനെ നമ്മൾ വള്ളമൊക്കെ കട്ടി സെറ്റിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ആക്ച്വലി നമ്മുടെ മാസ്റ്ററിലാണ്. മാസ്റ്ററിലുള്ള ടൈമായി ഇപ്പോൾ. അപ്പോൾ വള്ളങ്ങളെല്ലാം അങ്ങോട്ട് പിടിച്ചിട്ട് മാസ്റ്ററിൽ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഓരോ ഹീറ്റ്സ് ആയിട്ട് നടത്തും. ഓക്കെ, വി ക്യാൻ വെയിറ്റ് ഹിയർ ആൻഡ് സീ സം വള്ളംകളി വൈബ്സ്. അപ്പം പള്ളത്തുരുത്തി ട്രാക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ വള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ വള്ളം ഇനി പോയോ വന്നോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും വി ക്യാൻ വെയിറ്റ്. അപ്പൊ ഇപ്പൊ കയറി വന്നത് പുന്നമട ബോട്ട് ക്ലബാണ്. അതിനകത്ത് നമ്മുടെ സെബിൻചേട്ടൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇപ്പൊ വന്നത് ആക്ച്വലി PBC ആണ്, പുന്നമട ബോട്ട് ക്ലബ്, പള്ളാത്തുരുത്തി അല്ല. അപ്പൊ അതിനകത്ത് നമ്മുടെ കുറച്ച് ഏട്ടന്മാരും പിള്ളേരും ഒക്കെ തുഴയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ആവേശം. അപ്പൊ ആ പോയത് നമ്മുടെ ടോണി അച്ചായൻസിന്റെ KTBC കുമരകം ടൗൺ ബോൾ ക്ലബിന്റെ പേര് ഞാൻ കറക്റ്റ് ആയിട്ട് ഇപ്പൊ നോക്കിയിട്ട് പറയാം. ആ വള്ളമാണ്. കൊള്ളാം, നല്ല തൊഴിച്ചില്ല. പള്ളത്തുരുത്തിയാണ് ഇപ്പൊ കണ്ടത്. ഒരു കാര്യമില്ല. അമ്മ ജയിച്ചാൽ നമുക്കൊന്നുമില്ല, ജയിച്ചില്ലേ ഒന്നുമില്ല. Up UBC! Up UBC! Up UBC! Up UBC! Up UBC! Up UBC! UBC key! UBC key! UBC key! Guys, നമ്മുടെ സ്വന്തം വള്ളം തലവടി ചുള്ളത് UBC കിടക്കുന്ന കിടപ്പുണ്ടോ? എന്താ അഴക്. അപ്പൊ നമ്മുടെ മാസ്റ്ററിലാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. മാസ്റ്ററിൽ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ മാസ്റ്ററിൽ കഴിഞ്ഞു. ഇനിയിപ്പോ ഹീറ്റ്സ് ആൻഡ് ട്രാക്ക് സമയമാണ്. ആ സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാം. എല്ലാവരും നല്ല കിടിലൻ പൊറോട്ട ആൻഡ് ബീഫ് കഴിക്കാം. എന്നിട്ട് നമുക്ക് ഹീറ്റ്സ് ആൻഡ് ട്രാക്കിന്റെ സമയത്ത് വരാം. ഓക്കെ, ഹീറ്റ്സ് ആണ് ഇപ്പൊ നടക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹീറ്റ്സില് ആനാരി, വെള്ളംകുളങ്ങര, ശ്രീവിനായകൻ, കാരിച്ചാൽ ഈ 4 വള്ളങ്ങളുടെ മത്സരിച്ച് അതിനകത്ത് ഒന്നാം ട്രാക്കിൽ കടന്ന വള്ളം ആനാരിയാണ് ഇപ്പൊ ലീഡില് വിജയിച്ചിരിക്കുന്നത്. പക്ഷെ ടൈം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര കുറവ് ടൈമാണ് അവർ ഫിനിഷ് ചെയ്തേക്കുന്നത്. സോ ഗൈസ്, ഒരു കറക്ഷൻ. കഴിഞ്ഞ ഹീറ്റ്സില് 4ാം ട്രാക്കിൽ കടന്ന വള്ളമാണ് ലീഡില് ജയിച്ചത്. ടൈം നമുക്കറിയാം. അങ്ങനെ കഴിഞ്ഞ ഹീറ്റ്സില് ചെറുതല, നടുവിലെ പറമ്പൻ, പായിപ്പാടൻ 2, പിന്നെ ഒരു ക്ലബ് കൂടെ. അവർ 4 പേരുടെ തുഴഞ്ഞത്. അതിനകത്ത് ആരാ ജയിച്ചതെന്നും ആർക്കാണ് ഏറ്റവും ബെസ്റ്റ് ടൈം കിട്ടിയതെന്നും ഇപ്പൊ കാണിച്ചതാണ്. ഗൈസ്, അടുത്തത് UBCയും TBCയും, അതായത് തലവടി ചുണ്ടനും മേൽപ്പാടം ചുണ്ടനും UBC ക്ലബും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും കൂടെ തമ്മിലുള്ള ഹീറ്റ്സ് ആണ്. ഈ ഹീറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്ത്. ജസ്റ്റ് ഫിംഗർ ക്രോസ്ഡ് ആൻഡ് എക്സൈറ്റഡ്. കർത്താവേ, കാത്തോളെ. PBC UBC അതാ കടന്നു വരുന്നത് ഗൈസ്. നമ്മുടെ സ്വന്തം തലവടി ചുണ്ടന്
കൈലാരിയും UBC കൈലാരിയും UBC 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 guys UBC ആണ് ഇതുവരെ മുന്നിൽ മക്കളെ അടിക്കോ UBC UBC UBC! 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 Guys! ഹീറ്റ്സിന് ഒരു രക്ഷയില്ലാത്ത കിടിയെ തോന്നിച്ചതായിരുന്നു. ഒന്നും പറയാനില്ല. UBC മക്കളെ നിങ്ങൾ പൊളിച്ചു. അങ്ങനെ ആദ്യത്തെ 3 ഹീറ്റ്സ് കഴിഞ്ഞു. ഇനി അടുത്ത 4ാമത്തെ ഹീറ്റ്സ് ആണ് നടക്കുന്നത്. Hello, I am under the water. Please help me. അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ 5ാമത്തെ ഹീറ്റ്സ് ആണ്. സൺറൈസ്, ജവഹർ, തായങ്കരി, പായിപ്പാട് ഈ 3 വള്ളങ്ങളാണ് മത്സരിച്ചത്. അതിൽ KTBC തുഴഞ്ഞ വള്ളമാണ് ലീഡ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ടൈം കറക്റ്റ് ആയിട്ട് കിട്ടുവാണ് ഇപ്പൊ കാണിച്ചത്. അടുത്ത നമ്മുടെ 6ാമത്തെ ഹീറ്റ്സ് ആണ്. അതിൽ വില്ലേജ് ബോട്ട് ക്ലബും ഒരു ക്ലബും കൂടെ. അപ്പൊ വില്ലേജിനെയാണ് നമുക്ക് നോക്കേണ്ടത്. വില്ലേജ് ഫൈനലിൽ കയറി കഴിഞ്ഞാൽ UBC ഫൈനലിൽ നിന്ന് പോകും. വില്ലേജ് ഫൈനലിൽ കയറാതിരുന്നു കഴിഞ്ഞാൽ UBC ഫൈനലിൽ ഉണ്ടാവും. അപ്പൊ ഈ തുഴഞ്ഞു വരുന്ന VBC നല്ല കിടിലെന്ന് വെച്ചു, ഒന്നും പറയാനില്ല. VBCയുടെ തോഴ്ചിൽ ഒരു രക്ഷയില്ല, കിടിലൻ തോഴ്ചില്. അങ്ങനെ നമ്മുടെ 6 ഹീറ്റ്സ് കഴിഞ്ഞിരിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വള്ളം UBC ഫൈനലിൽ പുറത്തു പോയി. 1 സെക്കൻഡിന് പുറത്തു പോയി. സങ്കടമുണ്ട്, പക്ഷെ സാരമില്ല. 1 സെക്കൻഡല്ലേ ഉള്ളൂ. TBCനെക്കാട്ടി 1 സെക്കൻഡ് വ്യത്യാസത്തിലാണ് നമ്മൾ ഫൈനലിൽ പുറത്തു പോയത്. അപ്പൊ ഫൈനലിലുള്ള ക്ലബുകള്, വള്ളങ്ങള് നടുഭാഗം, നിരണം, മേൽപ്പാടം ആൻഡ് വിയപുരം, PBC, പുന്നമട ആൻഡ് നിരണം ബോട്ട് ക്ലബ്. ഇത്രയും വള്ളങ്ങളാണ് ഫൈനലുള്ളത്. UBC നമ്മൾ അത്രയും പ്രതീക്ഷിച്ചു. സാരമില്ല, അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്തു. അത് മതി, അത് മാത്രം മതി. നമ്മുടെ ചെറുവള്ളങ്ങളുടെ കളി കഴിഞ്ഞിട്ട് നമ്മുടെ ചുണ്ടവള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്.
മനസ്സിലായില്ല. BBC-യുടെ legacy, BBC-യുടെ 6 വർഷം ഹാട്രിക്. എന്റെ മക്കളെ, സത്യം പറഞ്ഞ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വിജയം. BBC തോറ്റു ഗൈസ്. സത്യം പറഞ്ഞ BBC അഹങ്കാരം തീർത്തു കൊടുത്തു. ഇവിടെ തുഴപ്പാടില്ല, വള്ളപ്പാടില്ല. എടാ വിശ്വസിക്കാൻ പറ്റില്ല. BBC-യുടെ ഡബിൾ ഹാട്രിക്. അയ്യോ പോയേ, BBC പോയേ. അയ്യോ പോയേ, പള്ളാത്തുരുത്തി പോയേ. ഈ ഗാലറി മുഴുവൻ നിറഞ്ഞ BBC-ക്ക് എതിരായിട്ട് സംസാരിക്കുന്നതോടെ ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെ അഹങ്കാരം. UBC നിങ്ങൾ നിങ്ങളോട് പറ്റുന്ന മാക്സിമം ചെയ്തു, പക്ഷേ BBC തോറ്റില്ല. സോ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞ പള്ളാത്തുരുത്തിയുടെ ഏരിയയിലേക്കാ. കഴിഞ്ഞ വർഷം നമ്മൾ വള്ളംകളി കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും ഇവിടെ അവന്മാര് പാട്ടിടുന്നു, നമ്മളെ കൂകി വിളിക്കുന്നു, എന്തൊക്കെയായിരുന്നു. ഇപ്പൊ ഒറ്റ കൊല്ലി വിടില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ കിടന്ന ആൾക്കാർ തുള്ളുന്നു, മറിയുന്നു, എന്തൊക്കെയായിരുന്നു. BBC ജയിച്ചതിൽ ഹാപ്പി എല്ലാവരും, BBC തോറ്റതിൽ ഹാപ്പിയാ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ വള്ളംകളി കഴിഞ്ഞു, നമ്മൾ തിരിച്ചെത്തി. സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അതിപ്പം BBC വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി ജയിച്ചതുകൊണ്ടുള്ള സന്തോഷമല്ല, UBC ഫൈനലിൽ പോലും കേറാതെ ലൂസേഴ്സ് ഫൈനലിൽ അടിക്കാതെ പോയതിന്റെ സന്തോഷമല്ല, BBC എന്ന ക്ലബ്ബ് തോറ്റതിന്റെ സന്തോഷം. ഞാൻ ട്രാക്ക് ആൻഡ് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കമന്റ്സിൽ വന്നിട്ട് കമന്റ് ഇട്ട കുറെ എണ്ണമുണ്ട്. എന്തൊക്കെയായിരുന്നു. BBC നിങ്ങൾ ചെയ്തത് പക്കയാണ്. ഞാൻ 3 ക്ലബ്ബുകളെയും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അതിൽ BBC 71ാമത് നെഹ്റു ട്രോഫി കപ്പിൽ മുത്തമിട്ടു. BBC കൊള്ളാം. പക്ഷെ എന്തിരുന്നാലും UBCക്ക് പറ്റാത്ത കാര്യമല്ല ഇത്. UBC കൊണ്ട് ഇത് നടക്കുന്നതേ ഉള്ളൂ. UBCക്ക് കപ്പ് അടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ UBCയുടെ കൊമ്പത്തിരിക്കുന്നവന്മാർ അതിന് വിചാരിക്കണം. ഗ്രൂപ്പിസം കാണിച്ച് ആൾക്കാരെ പറഞ്ഞിട്ട് പിരിച്ചു വിട്ട് ഓരോന്ന് കാട്ടി കൂട്ടുമ്പോഴത്തേക്കും ആലോചിക്കണം ഇതേപോലൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ UBCയുടെ ഭാഗം കഴിഞ്ഞു. ഇനി BBC നിങ്ങൾ പക്കയായിട്ട് ചെയ്തു, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ചെയ്തു. നമ്മുടെ UBC ലൂസേഴ്സ് ഫൈനലിൽ വന്നിട്ട് ലൂസേഴ്സ് ഫൈനലിൽ തുഴയാതെ വന്നു. അതെന്താണ് അതിൻ്റെ റീസൺ എന്താണെന്നൊന്നും അറിയില്ല. എങ്കിൽ പോലും നമ്മളെപ്പോഴും അപ്പം UBC എന്ന് പറഞ്ഞ് അവസാനം വരെ UBCയുടെ കൂടെ ഉണ്ടാവും. ഇനി എത്ര വള്ളംകളി വന്നാലും നമ്മൾ UBC എന്ന് പറഞ്ഞ് തന്നെ നിൽക്കത്തുള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വള്ളംകളി. പിന്നെ ഈ ട്രാക്ക് ആൻഡ് ഹീറ്റ്സ് ഒന്നും നടന്നതോ ഫൈനലായതൊന്നും അറിയാൻ പറ്റിയില്ല. ഷട്ടപ്പട്ടേ എന്ന് പറഞ്ഞ് വന്നു. അതൊന്നും എത്രത്തോളം വ്ളോഗിൽ മാക്സിമം കവർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കവർ ചെയ്യാൻ പറ്റിയത്രയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചുറ്റും സൗണ്ട്സ് ആയിരുന്നു. എനിക്ക് എത്രയും പെർഫെക്റ്റായിട്ട് സൗണ്ട് കവർ ചെയ്യാൻ പറ്റിയെന്ന് അറിയില്ല. എന്നിരുന്നാലും ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ് ചെയ്തൊരു വ്ളോഗാണിത്. ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ക്ലബ്ബ്, അതാണ് ഞാൻ പറയുന്നത്. പ്രിവിലേജസിൻ്റെ കൊടുമിടി നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് BBC എന്ന് വെച്ചാൽ സൈക്കിൾ എല്ലാ ദിവസവും ട്രെയിനിങ് കിടക്കുന്ന പിള്ളേരെ കിട്ടുന്നു. ഇത്രയും വർഷങ്ങൾ ജയിച്ച് കിടക്കുന്നതുകൊണ്ട് കരക്കാരുടെ മുഴുവൻ സപ്പോർട്ടും, അതേപോലെ എല്ലാ വള്ളത്തിലെയും ഏറ്റവും ബെസ്റ്റ് തുഴച്ചിൽക്കാരും ഈ ക്ലബിലേക്ക് വരുന്നു. ബെസ്റ്റ് ട്രെയിനേഴ്സ് വരുന്നു, ബെസ്റ്റ് സ്പോൺസേഴ്സ് വരുന്നു. ഇതേപോലെ മൊത്തത്തിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു ക്ലബിനെ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങിയ ക്ലബ്ബ് തോൽപ്പിച്ചപ്പോൾ ഉള്ള സന്തോഷം അത്രയേ ഉള്ളൂ. BBC ജയിച്ചു കഴിഞ്ഞാൽ BBC കൈനയിലേക്ക് അപ്പം കൊണ്ടുവന്നു കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ BBC-യുടെ പുറകെ പോകത്തില്ല. അത് എത്രയൊക്കെ നാൾ കഴിഞ്ഞാലും UBC എന്നൊരു പേര് മാത്രമേ നമ്മുടെ വായിൽ നിന്ന് വരത്തുള്ളൂ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ UBC കൈനേരി അപ്പ് UBC. അതിപ്പോൾ നിങ്ങൾ എത്ര തോറ്റെന്ന് പറഞ്ഞാലും എത്ര ജയിച്ചെന്ന് പറഞ്ഞാലും
UBC തന്നെയാണ് നമ്മുടെ മനസ്സിലെന്നും ഉള്ളത്. ഈ UBCയുടെ കൊമ്പത്തിരിക്കുന്നവന്മാരുടെ ഗ്രൂപ്പിസും കാര്യങ്ങളൊക്കെ മാറ്റി UBCക്ക് എന്തെങ്കിലും നല്ലൊരു ഭാവി വരുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ പിന്നെയും ഈ ക്ലബിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഓരോ വർഷവും ഗ്രൂപ്പിസം കാരണം ഓരോരുത്തർ പിരിഞ്ഞ് ക്ലബിൽ നിന്ന് പൊക്കോണ്ടിരിക്കുക. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ ആ UBCയുടെ പ്രതാപകാലം UBC വീണ്ടെടുത്തിരിക്കും. ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. അപ്പം അതായിരുന്നു ഇന്നത്തെ നമ്മുടെ വള്ളംകളി വിശേഷങ്ങൾ. PBC തോറ്റതിൻ്റെ സന്തോഷങ്ങൾ, VBC ജയിച്ചതിൻ്റെ സന്തോഷങ്ങൾ. അപ്പം അത്രയേ ഉള്ളൂ. ഇതുപോലത്തെ കിടിലം കണ്ടൻസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ കിടിലം കണ്ടൻസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ഒരു കണ്ടൻറ്റ് മിസ്സാവാതിരിക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു വെറൈറ്റി അടിപൊളി കിടിലൻ കുട്ടനാടൻ കണ്ടൻറ്റുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ടാറ്റ, ബൈ ബൈ, ഓക്കെ, സി യു. സബ്സ്ക്രൈബ് ടു ദ ഫോട്ടോ ക്രാഫ്റ്റേഴ്സ്. ടാറ്റാ.